ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ആ ബസ് ബോർഡ് എന്ന് പറഞ്ഞ കാനഡയിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മത്തങ്ങ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ കാണാൻ പോയതാണ് കേട്ടോ. ഹലോവിൻ എന്ന് പറഞ്ഞ പ്രോഗ്രാംസും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ടിക്കറ്റിന് $25 സോറി, ഞാൻ കേരളത്തിലെ പൈസയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി വലിയ വലിയ മത്തങ്ങ ഉണ്ട് അവിടെ. ഒറിജിനലാണ് കേട്ടോ, ഒറിജിനൽ മത്തങ്ങയാണ്. പല കളറിലും ഇവിടെ കുറേ പേര് വന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശവപ്പെട്ടി പോലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിലൊക്കെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ അവിടെ കുറേ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിളൊക്കെ വായിച്ച് ഞാനും ഹസ്ബൻഡും കൂടി നോക്കി അവിടെ ഇങ്ങനെ നന്ദനം ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അവിടെ സ്റ്റോപ്പാക്കിയത് അവിടെ കുറേ സ്റ്റെക്കായിപ്പോയി. അപ്പം മഞ്ഞ മത്തങ്ങയുണ്ട്, പിന്നെ അവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. കണ്ട അസ്ഥിക്കൂടങ്ങൾ, മനുഷ്യനെ പോലെയുള്ളത് അസ്ഥിക്കൂടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് പൊളിക്കുകയാണ്. ഞായറാഴ്ച അന്നൊരു വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, ഒന്ന് വീഡിയോ എടുത്ത് തരുമോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ അവരുടെ അടുത്ത് അവസാനം നന്ദന് ഞങ്ങൾ രണ്ടാൾക്കും കൂടി ഒന്ന് വീഡിയോ എടുത്ത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞങ്ങളെല്ലാ ഞായറാഴ്ച എന്തെങ്കിലും ഇത്തിരി എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകട്ടോ. പിന്നെ അവിടെ എല്ലാ സംഭവമുണ്ട്. മൃഗങ്ങളുണ്ട്, കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആടുണ്ട്. അങ്ങനെ ഞാനും നന്ദനയും കൂടി ആടിന് പുല്ല് കൊടുക്കുന്ന വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഒരാഴ്ച നമുക്ക് ഒരു പാർക്കിൽ പോയാൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അതന്നെ മൃഗങ്ങളെ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്, ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ മൂപ്പരും ഇങ്ങനെ കുറേ ആടിന് പുല്ലും അതും ഇതൊക്കെ കൊടുത്ത്. അവിടെ നിന്ന് കഴുത എന്നെപ്പോലെ തന്നെ ഉണ്ടെന്ന് വന്ന് എന്നെ കളിയാക്കിയിരുന്നു എൻ്റെ കെട്ടിയവന്. അപ്പോൾ അങ്ങനെ കഴുതേനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പ് കാലത്ത് ഇതൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ച അഭിപ്രായം പറയാണ്. അപ്പോൾ പിന്നെ ഞാനും നന്ദനയും കൂടി അവിടെ ഒരു ഗെയിം ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്ത് കളിച്ച്. അങ്ങനെ ഞങ്ങൾ വലിയ മത്തങ്ങക്കൂട്ടുണ്ട്. ഇങ്ങനെ നല്ല രസമുണ്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വൃത്തിയും വെടുപ്പും. മത്തങ്ങയുടെ സംസ്ഥാന സമ്മേളനം അത് ആ വലുത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് പറയണം, നന്ദന ഊഞ്ഞാൽ കളിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും ഊഞ്ഞാലിൽ കയറി. എൻ്റെ നടു ഒടിഞ്ഞ് മക്കളെ, ഞാൻ ബാക്കിലേക്ക് മറിഞ്ഞ് വീണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയവന് ഇതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ സൗകര്യങ്ങളും നമുക്ക് എൻ്റർടൈനായിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ബോൾ പോലെ ഒരു സംഭവം, അതിൽ നന്ദൻ ചാടി അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി കളിക്കുന്നതാണ് കാണാൻ, കുട്ടികൾക്ക് കൊണ്ടുവരാൻ. പിന്നെ ഇങ്ങനെ ഇതൊക്കെ പ്ലാസ്റ്റിക് കേട്ടോ. വലിയ ആപ്പിൾ രൂപത്തിൽ മരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുക, വലിയ ഭരണി പോലെ. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. കണ്ടോ, അടിയിൽ അടുപ്പ് പോലെ ലൈറ്റാണ്. രാത്രി നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാൻ, ലൈറ്റും ഇതൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് രാത്രി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒറിജിനൽ ബ്ലൂബെറി, സ്ട്രോബെറി വൈനുകളാണിത്. ഞങ്ങളത് വെറുതെ ഒന്ന് പോയി നോക്കി, വെള്ളം ഇറക്കിയിട്ട് വന്ന്. പിന്നെ ഞങ്ങൾ കുടിക്കലില്ല, അതുകൊണ്ട് ഒന്ന് നോക്കി വീഡിയോ എടുത്ത് അവിടെ സാമ്പിൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു. ഗൈസ്, സ്കിപ്പ് ചെയ്യാതെ കാണുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് കണ്ട് എൻജോയ് ചെയ്യുക. താങ്ക് യു. ഞങ്ങളെ ഫോട്ടോസൊക്കെ കാണണം, എല്ലാവരും ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ. ഇത്രയേ ഉള്ളൂ.